പറഞ്ഞ പോലെ തന്നെ യുവർ മൈൻഡ് ഈസ് എ മെന്റൽ പ്ലേ ഗ്രൗണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഒരു ചെമ്പായിട്ടാണ് കൂട്ട. നമ്മളെ മൈൻഡ് ഒരു ചെമ്പാണ്. ആ ചെമ്പ് എത്ര ക്ലീൻ ആണെന്നോ എത്ര ക്ലിയർ ആണെന്നോ അതിനനുസരിച്ചിരിക്കും നമ്മൾ പാചകം ചെയ്യുന്ന ഫുഡിന്റെ ക്വാളിറ്റി. ഇതിപ്പം ചെമ്പ് കാലിയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ അതിൽ മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. സോ ബേസിക്കലി സ്പീക്കിംഗ്, നമ്മളുടെ മൈൻഡിൽ നമ്മൾ ഉദ്ദേശിക്കാണ്ടും കുറെ ഇൻപുട്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മളിപ്പോ ഓരോ കഴിക്കുന്ന ഫുഡ്, കുടിക്കുന്ന വെള്ളം, കേൾക്കുന്ന പാട്ട്, ലൈക്ക് എന്ത് പോട്ടെ, മണക്കുന്ന പെർഫ്യൂം അടക്കം നമ്മുടെ മൈൻഡിനെ കോൺഷ്യസ് ആയിട്ട് സബ് കോൺഷ്യസ് ആയിട്ടും ബാധിക്കുന്നുണ്ട്. കോൺഷ്യസ് ഇൻപുട്സും സബ് കോൺഷ്യസ് ഇൻപുട്സും ആണ് മൈൻഡിൽ നമ്മളെ തോട്ട് പ്രോസസ്സിനെ മൊത്തമായിട്ട് ബാധിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാനിതിൽ നമ്മളുടെ ഓരോ ശീലങ്ങൾ നമ്മൾ കോൺഷ്യസ്ലി ട്രൈ ചെയ്തിട്ടും നമ്മളിപ്പോ വിചാരിക്കും ഫോൺ ഒരു അരമണിക്കൂർ കുറച്ച് ഉപയോഗിക്കാന്ന്, ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ. നാളെ മുതൽ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കുറച്ച് നോക്കാം. ആ കുറച്ച് നോക്കാന്നുള്ള സാധനം എനിക്ക് ഉറപ്പാണ്. അങ്ങനെ കുറച്ച് നോക്കിയാലോ ഒബ്വിയസ്ലി ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. സോ എന്നെ ഇങ്ങനെ ഈ ബാക്കോട്ടേക്ക് പുൾ ബാക്ക് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സിനെ ഞാൻ കംപ്ലീറ്റ്ലി നിർത്തി നോക്കി. ഏത് ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ കുറെ സാധനങ്ങൾ, പിന്നെ പാട്ട് കേൾക്കൽ, അങ്ങനത്തെ സാധനങ്ങളിൽ ഞാൻ കംപ്ലീറ്റ്ലി ഒരു സ്റ്റോപ്പ് ഇട്ടു. പിന്നെ ആ സാധനങ്ങളിലേക്ക് പോകുന്ന എന്റെ ഫോക്കസ് വേറെ സാധനങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് നോക്കി. സോ ഇവിടെ അധികം ആൾക്കാർ ഭയങ്കര സ്പോർട്സിന് ഇവിടെ വലിയൊരു പ്രാധാന്യം ഇല്ല, എന്നാലും സ്പോർട്സ് കളിക്കും. സോ ഞാൻ ഇവിടുന്ന് സ്പോർട്സ് കളിക്കല്, ലൈക്ക് ഇവിടുന്ന് വോളിബോൾ കളിക്കല് തുടങ്ങി നോക്കി. സൈഡിൽ കൂട്ടി ഓരോരു ലൈക്ക് എനിക്ക് ലാക്ക് ചെയ്യുന്ന ഓരോ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കി. സ്വന്തമായിട്ട് ലൈക്ക് ആ സാധനം മൈൻഡ് ക്ലിയർ ആക്കല് തുടങ്ങിയാല് നമുക്ക് കുറെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാമല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. കാരണം അത്രയും കാലം നമ്മളെ മൈൻഡിലേക്ക് നമ്മൾ ഉദ്ദേശിക്കാണ്ടും വരുന്ന ഇൻപുട്സ് കാരണം നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള തോട്ട് പ്രോസസ് ഉണ്ടാവില്ല. എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിന് ഒരു ആൻസർ ഉണ്ടാവില്ല. കാരണം നമ്മളെ മൈൻഡിന് അറിഞ്ഞൂടാ എന്തൊക്കെയാണ് നമ്മളെ മൈൻഡിലേക്ക് വരുന്നത്, എന്തൊക്കെ പ്രോസസ്സ് ചെയ്യണം, എന്തൊക്കെ പ്രോസസ്സ് ചെയ്യണ്ടെന്നുള്ളൊരു സാധനം നമ്മളെ മൈൻഡിന് ക്ലിയർ അല്ല. കാരണം നമ്മൾ അതിന് മൈൻഡിലേക്ക് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റാൻഡം ആണ്. സോ ഞാൻ ആ ഒരു ഇൻസിഡന്റിന് ശേഷം മൈൻഡിലേക്ക് എന്തൊക്കെ ഫീഡ് ചെയ്യണം എന്നുള്ളതിൽ ക്യൂറേറ്റ് ചെയ്യൽ തുടങ്ങി. സോ ഒബ്വിയസ്ലി ഇത്രയും കാലം ഞാൻ മൈൻഡിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന സാധനത്തിന് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരിക്കും. അതിനുശേഷമുള്ള 1-2 ആഴ്ചയിൽ എനിക്ക് ഉണ്ടായ മാറ്റങ്ങൾ ലൈക്ക് മലയാളത്തിൽ പറഞ്ഞാൽ വർണ്ണിക്കാൻ പറ്റാത്തൊരു കോലത്തിലായിരുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ പറയും നമ്മള് തലച്ചോറിന്റെ 10% യൂസ് ചെയ്യുന്നുള്ളൂ, 50% യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു ഡയലോഗ് അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് ഐ അഗ്രി ടു ദാറ്റ് പോയിന്റ്. കാരണം നമ്മളെ മൈൻഡിലേക്ക് ഇൻപുട്ട് എത്ര ക്ലിയർ ആകുന്നു അത്ര തന്നെ ഔട്ട്പുട്ടും ക്ലിയർ ആയി വരും. ആ ഒരു ഫാക്ടർ ലൈക്ക് എല്ലാവരും ഭയങ്കര നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്.